വീണ്ടും ഫ്ലേമിംഗ് തിങ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വാഴ സിനിമ കണ്ടു, അതിനെക്കുറിച്ചുള്ള എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ് ഈ വീഡിയോയിൽ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറയാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ അടുത്ത് തന്നെ ഒരു ബെല്ലൈക്കൺ വരും, അതിൽ പ്രസ് ചെയ്തിട്ട് അതിൽ കാണുന്ന ആൾ ഓപ്ഷൻ കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങളുടെ ആ ഹോം പേജിൽ ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോയ്ക്ക് താഴെയായി കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ കൂടി ഒന്ന് പ്രസ് ചെയ്തിട്ട് ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക. വാഴ സിനിമയുടെ ഡയറക്ടർ ആനന്ദ് മോഹൻ, റൈറ്റർ വിപിൻ ദാസ്, സിനിമാറ്റോഗ്രാഫി അരവിന്ദ് പുതുശ്ശേരി, എഡിറ്റർ കണ്ണൻ മോഹൻ. പിന്നെ ഈ സിനിമയിൽ കുറേ താരങ്ങളുണ്ട്. ജോമോൻ ജ്യോതിർ, ഹാശ്രീ, സിജു സണ്ണി, കോട്ടയം നസീർ, ജഗദീഷ്, അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, പിന്നെ മറ്റു താരങ്ങളും. ഇനി വാഴ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായത്തിലേക്ക് കടക്കുകയാണ്. ഞാൻ ഈ സിനിമ കാണുന്നതിന് മുമ്പ് തങ്കലാൻ, നുണക്കുഴി സിനിമകൾ കണ്ടിരുന്നു. അവയുടെ റിവ്യൂ വീഡിയോകളും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോകളുടെ ലിങ്ക് ഞാൻ ഇവിടെ കാണുന്ന ഐ ബട്ടണിൽ കൊടുക്കാം. അതേപോലെ ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിലും അതിൻ്റെ തമ്പനയിൽ വരുന്നതാണ്. അവയിൽ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോകൾ ഓപ്പൺ ചെയ്യാം. പക്ഷേ ഈ സിനിമ കണ്ടപ്പോഴാണ് ആദ്യം ഞാൻ കാണേണ്ടിയിരുന്ന സിനിമ ഇതാണെന്ന് എനിക്ക് മനസ്സിലായത്. ശരിക്കും നുണക്കുഴി സിനിമയും കോമഡിയെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ്. അതിനെയൊക്കെ ഈ സിനിമ, എൻ്റെ ഒരു ഫീലിംഗാണ് ഞാൻ പറയുന്നത്, അതിനെയൊക്കെ ഈ സിനിമ കടത്തി വെട്ടിക്കളഞ്ഞു. കാരണം ഈ സിനിമയുടെ റൈറ്റർ ആൻഡ് സ്ക്രീൻ പ്ലേ ചെയ്ത വിപിൻ ദാസ്, അദ്ദേഹം വളരെ മനോഹരമായിട്ട് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ എഴുതിയിരിക്കുകയാണ്. ആ സ്ക്രീൻ പ്ലേയിലെ ഓരോ വാചകത്തിലും അദ്ദേഹം കോമഡി കൊണ്ട് നിറച്ചിരിക്കുകയാണ്. ഈ സിനിമയിൽ അഭിനയിച്ചവരുടെ എക്സ്പ്രഷൻ ആകട്ടെ, അതേപോലെ അവർ പറയുന്ന ഓരോ വാചകങ്ങളും ആകട്ടെ, അവർ ചെയ്യുന്ന പ്രവർത്തികളുമാകട്ടെ, ഫുൾ കോമഡിയാണ്. നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ കോളേജിൽ പഠിക്കുന്ന കാലം വരെയുള്ള ആ കാലത്തേക്ക് നമ്മളെ ഈ സിനിമ കൊണ്ടുപോവുകയാണ്. അപ്പോൾ അന്ന് എന്തൊക്കെയാണോ സംഭവിച്ചിരുന്നത്, അല്ലെങ്കിൽ ഇന്നത്തെ ആ ജനറേഷനിൽ കോളേജിൽ സ്കൂളിലുമൊക്കെ എന്തൊക്കെയാണോ സംഭവിക്കുന്നത്, അതങ്ങനെ വരച്ച് കാണിച്ചിരിക്കുകയാണ് ഈ സിനിമയിൽ. ഇതിൽ കുട്ടികളുടെ വേഷം ചെയ്ത ജോമോൻ ജ്യോതിർ ആകട്ടെ, സിജു സണ്ണി ആകട്ടെ, അമിത് മോഹൻ ആകട്ടെ, അതുപോലെ ഹാഷിർ ആകട്ടെ, പിന്നെ മറ്റു കുട്ടികളായി അഭിനയിച്ചവർ, ആരുടെയും പേരിപ്പോൾ എടുത്ത് പറയാൻ പറ്റില്ല. ഓരോ കുട്ടികളും ഇതിൽ മത്സരിച്ച് അഭിനയിച്ചിരിക്കുന്നു എന്നാണ് തോന്നുന്നത്. എല്ലാവരും നന്നായിട്ട് ആ കോമഡിയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മാതാപിതാക്കളായി അഭിനയിച്ചവരിൽ അസീസ് നെടുമങ്ങാട്, നോബി മാർക്കോസ്, കോട്ടയം നസീർ, ജഗദീഷ്, ഇവർ 4 പേരും കൂടി മത്സരിച്ചാണ് അഭിനയിച്ചിരിക്കുന്നതെന്നാണ് തോന്നുന്നത്. കാരണം മാതാപിതാക്കൾ എങ്ങനെയാണോ അത് അവരങ്ങനെ ഈ സിനിമയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ സിനിമ തുടങ്ങിയിട്ട് ഒരു 1/4 ഭാഗം എത്തുമ്പോഴേക്കും തന്നെ ഞാൻ ചിരിച്ച് അവശനായി എന്ന് പറയാം. ആ ഒരു 1/4 ഭാഗം എത്തിയപ്പോൾ തന്നെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി കൊടുത്ത ക്യാഷ് എനിക്ക് മുതലായി കഴിഞ്ഞു എന്ന് മനസ്സിലായി. പിന്നെ അവിടുന്ന് അങ്ങോട്ടൊക്കെ ബോണസാണ്. ഈ സിനിമയുടെ ആ ഒരു ഞാൻ പറഞ്ഞ ആ ഭാഗം എത്തിയതിന് ശേഷം എനിക്ക് അങ്ങോട്ട് ചിരിക്കാൻ പറ്റുന്നില്ല. ഫുൾ കോമഡിയാണ്, ചിരിക്കാൻ പറ്റണ്ടേ. ഞാൻ അത്ര പെട്ടെന്നൊന്നും അങ്ങനെ ചിരിക്കാറില്ല. ശരിക്കും എനിക്ക് ചിരി വന്നാൽ മാത്രമേ ചിരിക്കുകയുള്ളൂ. ഇതിൽ ഓരോ വാചകവും ചിരിയാണ്, ഓരോ പ്രവൃത്തിയും ചിരിയാണ്, ഓരോ എക്സ്പ്രഷനും ചിരിയാണ്. കാരണം നമ്മൾ എങ്ങനെയാണോ കുട്ടിക്കാലം മുതൽ പഠിച്ചു വന്നത്, അതേപോലെ ഞാനും ഒരച്ഛനാണ്, എനിക്ക് 3 മക്കളുണ്ട്. അവർ എങ്ങനെയാണോ അവരുടെ സ്കൂളിൽ പഠിക്കുന്നത്, അതൊക്കെ ആ മേഖലയിലൊക്കെ ഇവർ നമ്മളെ കൊണ്ടുപോയി ഇരുത്തുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പിന്നെ എങ്ങനെ ചിരിക്കാതിരിക്കും? അന്ന് സംഭവിച്ച കാര്യങ്ങൾ, അതുപോലെ ഇന്നത്തെ ജനറേഷനിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, അതൊക്കെ റിയലായിട്ട് തന്നെ കാണിക്കുമ്പോൾ നമുക്ക് ചിരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും കുട്ടികൾ എന്തൊക്കെ പൊട്ടത്തരം ചെയ്യും, എന്തൊക്കെ പിക്രസ് കാണിക്കും, എങ്ങനെയൊക്കെ അവർ തന്നെ അറിയാതെ അവർ ചെയ്യുന്ന പ്രവൃത്തി കോമഡി ആകി പോകുന്ന കാര്യങ്ങൾ, അതൊക്കെ തന്നെ ഈ സിനിമയിൽ വ്യക്തമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ചിരിച്ച് വിപിൻ ദാസിനെ സമ്മതിക്കണം കേട്ടോ. അതേ എങ്ങനെയാണ് ഇങ്ങനെ ഒരു കഥ എഴുതി അതിനെ തിരക്കഥയാക്കി മാറ്റിയെന്ന് അറിയില്ല. അതേത് സമ്മതിക്കണം. വല്ലാത്തൊരു റൈറ്റർ തന്നെയാണ് താങ്കൾക്ക് പ്രത്യേക എൻ്റെ അഭിനന്ദനങ്ങൾ. കാരണം ഞാൻ ഇത്രയധികം ഒന്നും അടുത്തൊന്നും ചിരിച്ചിട്ടില്ല. ഇപ്പം നുണക്കുഴിക്ക് പോയപ്പോഴും കോമഡി തന്നെയാണ്. പക്ഷേ ഈ സിനിമ എവിടേക്കോ കൊണ്ടുപോയി കളഞ്ഞു കോമഡിയുടെ കാര്യത്തിൽ. പിന്നെ കോമഡി മാത്രമല്ല, ഇതിലൊരു
പ്രധാനപ്പെട്ട ഒരു മെസ്സേജ് മാതാപിതാക്കൾക്കും തരുന്നുണ്ട്, മക്കൾക്കും തരുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഹൈലൈറ്റ്. കോമഡി എന്ന് ഞാൻ പറഞ്ഞത് ഞാൻ അത്രയും ചിരിച്ചതുകൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ മാതാപിതാക്കൾക്കും മക്കൾക്കും വളരെ നല്ലൊരു ഗുണപാഠമാണ് ഈ സിനിമ. മക്കൾ പഠിക്കേണ്ട കാലത്ത് അത് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അവസാനം എന്തായി തീരും എന്നുള്ളതാണ് ടൈറ്റിലിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ അതേപോലെ തന്നെ മാതാപിതാക്കൾ മക്കളോട് നീ ഡോക്ടറാകണം, എൻജിനീയർ ആകണം, പൈലറ്റ് ആകണം എന്നൊക്കെ അവരെ അടിച്ചേൽപ്പിക്കുമ്പോൾ ചിലപ്പോൾ അവരുടെ തലവിധി അതായിരിക്കില്ല, തലവര വേറെന്തെങ്കിലും ആയിരിക്കും. പഠിച്ച് അവർക്കിടെ താല്പര്യം വേറെന്തെങ്കിലും പഠിക്കാനായിരിക്കും. പക്ഷേ നീ ഇന്ന തന്നെ ആകണം എന്ന് പറയുമ്പോൾ കുറേ കുട്ടികൾക്ക് ആകാനും കഴിയാതെ പോവും, അവർ ചിന്തിച്ചത് പഠിക്കാൻ കഴിയാതെയും പോവും. അങ്ങനെ കുറേ സംഭവിക്കുന്നുണ്ട്. നേരെ മറിച്ച് ചില കുട്ടികളോട് ഇതേപോലെ അടിച്ചേൽപ്പിച്ച് കഴിയുമ്പോൾ അവർ ചിലപ്പോൾ പോലീസോ അല്ലെങ്കിൽ അച്ഛനും അമ്മയും ആഗ്രഹിച്ച പോലെ എൻജിനീയറോ ഡോക്ടറോ ഒക്കെ ആയെന്നിരിക്കും. പക്ഷേ അവർ ആ ഒരു വിഷയത്തിൽ ഇൻട്രസ്റ്റോടെ അങ്ങോട്ട് അത് ചെയ്യാത്തതുകൊണ്ട് അവരുടെ ഭാവി പിന്നെ അവരിഷ്ടമില്ലാത്തൊരു ജോലി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ആയി പോകുന്നതിനെക്കുറിച്ചും ഈ സിനിമ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് ഈ സിനിമയിൽ പറയുന്ന പോലെയല്ല ഞാൻ വ്യക്തിപരമായിട്ട് പറയുന്നത്, മക്കളോട് പഠിക്കണം എന്ന് തന്നെയാണ് പറയേണ്ടത്. പക്ഷേ നീ എൻജിനീയർ ആകണം, അല്ലെങ്കിൽ ഡോക്ടർ ആകണം, അല്ലെങ്കിൽ മറ്റതാകണം മറിച്ചതാകണം എന്നൊക്കെ പറയാതെ നീ എന്തെങ്കിലും ഒന്ന് ആക്, പക്ഷേ നീ പഠിക്കണം എന്ന് പറയാൻ മാതാപിതാക്കൾക്ക് കടമയുണ്ട്. സ്നേഹമുള്ള മാതാപിതാക്കൾക്ക് കടമയുണ്ട്. അത് ഞാൻ ഈ സിനിമയിൽ നിന്നുകൊണ്ട് പറയല്ല, എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാണ്. കാരണം ഞാനും ഒരു അച്ഛനാണ്. സമൂഹത്തിൽ നടക്കുന്ന റിയലായ സംഭവങ്ങളെയൊക്കെ ഈ സിനിമയിലേക്ക് കൊണ്ടുവരാൻ ഇതിൻ്റെ റൈറ്റർ ശ്രമിച്ചിട്ടുണ്ട്. അവസാനമാകുമ്പോൾ ജ്യോത്സ്യൻ മഴ വരില്ല, വരൾച്ചയാണ് വരാൻ പോകുന്നത് എന്നൊക്കെ പറയുമ്പോൾ മഴ ചറപറാന്ന് വരുന്നെങ്കിൽ, സിനിമയുടെ കാര്യമാണ് പറയുന്നത്, അതൊക്കെ ഈ അടുത്ത് റിയലായിട്ട് നമ്മൾ പ്രളയത്തിൻ്റെ കാലത്തൊക്കെ കണ്ടതല്ലേ, അതൊക്കെ ഈ സിനിമയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ അവസാനം വരെയും ചിരിപ്പിച്ചുകൊണ്ടേ പോവുകയാണ് ഈ സിനിമ. എന്തായാലും ഈ സിനിമ മാതാപിതാക്കളും മക്കളും ചേർന്ന് തന്നെ ഫാമിലി ആയിട്ട് പോയിട്ട് കാണേണ്ട ഒരു സിനിമയാണ്. തീർച്ചയായിട്ടും കേരളത്തിലുള്ള എല്ലാവരും ഈ സിനിമ പോയി കണ്ടിരിക്കണം. കാരണം ഇങ്ങനെയൊക്കെയുള്ള സിനിമകൾ കണ്ടിട്ടില്ലെങ്കിൽ പിന്നെ ഏത് സിനിമ നമ്മൾ കാണാനാണ്? ഗംഭീരമായിട്ട് തന്നെ ഈ സിനിമ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ ആകട്ടെ, അതേപോലെ റൈറ്റർ വിപിൻ ദാസ് സാർ ആകട്ടെ, അതേപോലെ ഇതിൽ കുട്ടികളായിട്ട് അഭിനയിച്ചവരാകട്ടെ, മാതാപിതാക്കളായി അഭിനയിച്ചവരാകട്ടെ, മൊത്തം ഈ സിനിമയെ അങ്ങോട്ട് ഒരു ഉരുക്ക് പോലെ ചെയ്തു വെച്ചിരിക്കുകയാണ്. എന്തായാലും ഈ സിനിമ പോയി കാണുക തന്നെ വേണം. അപ്പോൾ എന്തായാലും എനിക്ക് ഈ സിനിമ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ വാഴ ഒരു റിയൽ ജീവിതം. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നത് വരെ ഫ്ലേമിംഗ് തിങ്സിൽ നിന്ന് ബൈ.